വരാം. അതിനിടയ്ക്ക് റുദ്വാൻ ചോദിക്കുന്നു, ഒരു യൂട്യൂബ് പ്രേക്ഷകനാണ് വിജയകുമാർ, ഹാഷ്മി എവിടെയെന്ന് ചോദിക്കുന്നു. ഹാഷ്മി എവിടെയുണ്ട്, നമുക്കൊന്ന് ഹാഷ്മിയെ തപ്പാം. ഹാഷ്മി വരിക 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 വരിക. ഹാഷ്മി തേടി ചില പ്രേക്ഷകരൊക്കെ വരുന്നുണ്ട്. കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഹാഷ്മി, കലാശക്കൊട്ടിന്റെ ആദ്യ ഊഴമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചൂടും ചൂട്? വിജയകുമാർ എന്തോ ഒരു സംശയമുണ്ട്, വിജയ ചോദിച്ചോളൂ. അല്ല, ഹാഷ്മി നേരത്തെ അവിടെ തനേഷ് തമ്പിയുടെ ലൈവിനിടെ ഹാഷ്മി ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഹാഷ്മി, അവിടേക്ക് LDF UDF BJP പ്രവർത്തകരൊക്കെ വന്നോ? ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു നേരത്തെ ഹാഷ്മിയെ കണ്ടത് ഞാൻ. ഇവിടെ വലിയ ആൾക്കൂട്ടം ഡെവലപ്പ് ചെയ്യുന്നു വിജയകുമാർ. നമുക്ക് ഉറപ്പായും അറിയാം, അല്പസമയത്തിനകം പൂഴി വാരിയിട്ട താഴെ വീഴാത്തത്ര വലിയ ആൾക്കൂട്ടമാണോ ഇവിടെ ഈ ഭാഗത്താണ് BJP-യുടെ അല്ലാണ്ട് BJP ഇങ്ങോട്ടല്ലേ വരിക. അപ്പൊ ഇവിടെ എന്താ ലാസ്റ്റ് പ്രതീക്ഷ ഇവിടെ കൃഷ്ണകുമാറേട്ടൻ അതിശക്തമായ രീതിയിൽ തന്നെ ജയിച്ച് മുന്നോട്ട് വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഭാരതീയ ജനത. പാലക്കാട്ടുകാരാണ്, നാലാ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരല്ല. പാലക്കാട്ട് നിന്ന് ഉറച്ചു നിൽക്കുന്ന BJP പാർട്ടിയുടെ അനുഭാവികളാണ്. പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കും. കൃഷ്ണകുമാർ ജയിക്കും. അപ്പോ വോട്ടർമാര് മുഴുവൻ പാലക്കാട്. ഓക്കെ. അപ്പോ SK ഇത് അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്കാണ് മേലാമുറിയിൽ നിന്ന് പാലക്കാട് BJP റോഡ് ഷോ ഇങ്ങോട്ടേക്ക് വരിക. അതിന് അങ്ങേ സൈഡിൽ LDF-ന്റെ മറുഭാഗത്ത് UDF-ന്റെ റോഡ് ഷോ വരാൻ പോകുന്നു. റോഡ് ഷോകളൊക്കെ അല്പസമയത്തിനും തുടങ്ങാൻ പോകുന്നത്. സ്കെയിൽ ഇവിടെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ, പാലക്കാട്ടുകാർ മാത്രമല്ല നാടിന്റെ പല ഭാഗത്തു നിന്നുള്ള പാർട്ടി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ പാലക്കാട് എന്ന് പറഞ്ഞാൽ അസാധ്യമാവണ്ണം ഈ കഴിഞ്ഞ 10-23 ദിവസങ്ങളിൽ കേരളം ഇതുവരെ കാണാത്തവണ്ണം, അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലം ഇതുവരെ കാണാത്തവണ്ണമുള്ള വലിയ പ്രചരണ കോലാഹലം നമ്മൾ കണ്ടതാണ്. ആ പ്രചരണ കോലാഹലത്തിന്റെ അതിന്റെ പരസമാപ്തിയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. എവിടുന്നാ ഞങ്ങള് പട്ടാമ്പി. ആര് ജയിക്കും? ജയിക്കും. ഉറപ്പാ? ഓ, എത്ര വോട്ട്? അങ്ങനെ പറയാൻ വയ്യ. ജയിക്കും. ഇതാണ് മൂന്നാം സ്ഥാനം. നേരത്തെ മൂന്നാം സ്ഥാനമാണെങ്കിലും നേരത്തെ മൂന്നാം സ്ഥാനം ജയിക്കും. ആയിരിക്കും. നാലാം സ്ഥാനം രാഹുൽ അഭിപ്രായല്ലേ? സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് മൂന്നാം സ്ഥാനം. അത് വ്യാജ ID കാർഡുകൊണ്ട് എത്ര കാലം ജയിച്ചിരുന്നത്? രാഹുൽ 10,000 വോട്ടിന് ജയിച്ചിരിക്കുക. ഇനി 20-ാം തീയതി ആകുമ്പോൾ അതിൽ കൂടുതൽ വോട്ടിന് ജയിക്കും. നാലാം സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് മൂന്നാം സ്ഥാനം. നാലാം സ്ഥാനം ഇല്ലാത്ത മൂന്നാം സ്ഥാനം. ഒന്നാം സ്ഥാനം. നാലാം സ്ഥാനം ഇല്ലാത്ത ശരി, ഒന്നാം സ്ഥാനം. രാഹുൽ ഒന്നാം സ്ഥാനം. വോട്ട് ശതമാനം കൂടുതൽ. രാഹുൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. രാഹുലെ കെട്ടിച്ച കാശ് പോയി. 25,000 വോട്ടിന് രാഹുൽ ജയിക്കും. നാലാം സ്ഥാനത്ത് പോകുന്നത് ഞങ്ങൾ ഈ നാട്ടുകാരനെ ഞങ്ങൾ ജയിപ്പിക്കും. കെട്ടിവെച്ച കാശ് പോകുന്ന സരിൻ ജയിക്കും. ഒന്നാം സ്ഥാനത്ത്. വോട്ട് ശതമാനം കൂടുതലല്ല. സരിൻ ജയിക്കും. മൂന്നാം സ്ഥാനത്ത് വന്നിരുന്ന ആളുകൾ ജയിച്ച ചരിത്രം കേരളത്തിലില്ലേ? വട്ടിയൂർക്കാവിൽ സംഭവിക്കും. വട്ടിയൂർക്കാവിൽ സംഭവിച്ചത് പാലക്കാട് സംഭവിക്കാൻ പോവുക. അതാണ് പാലക്കാട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാ. മാർച്ച് പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥി ഇല്ല. ഉണ്ടോ സ്വതന്ത്ര സ്ഥാനാർത്ഥി? UDF-ന്റെ സ്ഥാനാർത്ഥികൾ എല്ലാ കാലത്തും ചിഹ്നത്തിൽ മാത്രമാണോ? അല്ല. അത് സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര ചിഹ്നം സാധാരണ ചിഹ്നം പറ. അരിവാളിച്ചിട്ട് നക്ഷത്രം സ്വന്തം ചിഹ്നമല്ല. ജയിക്കും. ചിഹ്നങ്ങളുടെ പ്രശ്നം. ചിഹ്നം ഇവിടെ ചിഹ്നം. നമസ്കാരം. അപ്പൊ അതാണ് ഇതാണ് അവസ്ഥ. ഇവിടെ ചെറിയ പ്രശ്നമായെന്ന് തോന്നുന്നു. അവിടെ എല്ലാ കാര്യമായിട്ട് അവരെ ഒന്ന് ചൂടാക്കാൻ നോക്കിയത് പ്രശ്നമായി തോന്നുന്നു. ഹാഷ്മി അവിടെ ചൂടായോ? അവിടെ മറ്റൊരു അടർക്കളമായിരുന്നു. നടുവിൽ പെട്ടു. ഇവിടെ 14 ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുക. ഇതാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ. ഇവിടെ ഒന്ന് മൈക്ക് വെച്ചാൽ അവിടെ രണ്ട് നിലപാടാണ്. പിന്നെ അത് വാക്തർക്കം രൂക്ഷമാവുന്നു. നോക്കൂ, കൊട്ടിക്കലാശ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കൊട്ടിക്കലാശ് തുടങ്ങി കഴിയുമ്പോഴേക്കും എത്രത്തോളം ഈ ആവേശം ആകാശത്തോളം വരുമെന്നതിന്റെ ഒരു സാമ്പിൾ കാണിച്ചാൽ സാമ്പിൾ വെടിക്കട്ടെ.